നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഭീതിയിൽ ഇടത് വലത് മുന്നണികൾ. എൻ.ഡി.എയുടെ പ്രധാന സീറ്റുകളിൽ കോൺഗ്രസ്, CPM, ലീഗ് രഹസ്യബാന്ധവം രൂപപ്പെടുന്നു. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ സംസ്ഥാനത്ത് കോമാലി സഖ്യം നീക്കം നടത്തുന്നതായി ബി.ജെ.പി. നേതാക്കൾ ആരോപിച്ചു. അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനങ്ങൾ തൂത്തെറിയുമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് പിണറായിയാണോ വി ഡി സതീശനാണോ എന്ന് രാഹുൽ വ്യക്തമാക്കണമെന്ന് MT രമേശും ആവശ്യപ്പെട്ടു. CPM-ഉം കോൺഗ്രസും ലീഗും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഈ അവിശുദ്ധ ബാന്ധവത്തെ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ആരാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കണം. പിണറായി വിജയനാണോ വി ഡി സതീശനാണോ കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവെന്ന് വിശദീകരിക്കാനുള്ള വ്യക്തമാക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി. വല്ലാത്ത ഭയപ്പാടിലാണ് ഇടത് വലത് മുന്നണികൾ. NDA ഭീതിയാണ് അവർക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NDAയുടെ പ്രധാന സീറ്റുകളിലൊക്കെ കോൺഗ്രസ്, CPM, ലീഗ് രഹസ്യബാന്ധവം രൂപപ്പെടുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളും വളരെ സജീവമായി നടക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും രോഹിണി, അത്തരത്തിൽ തന്നെയാണ്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഏടായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. അവിടെ ഒരു മുഖ്യ കക്ഷിയായി വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കി BJP മുന്നോട്ട് വരുമെന്നുള്ളതിലും ഇടത് വലത് മുന്നണികൾക്ക് സംശയമില്ല. ഈ ഘട്ടത്തിലാണ് ഇടത് വലത് മുന്നണികൾക്കൊപ്പം മുസ്ലിം ലീഗ് അടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ കൂടി ചേർന്നുകൊണ്ട് കൂട്ടുകെട്ടുണ്ടാക്കി BJP-യും NDA സഖ്യത്തെ തകർക്കാനുള്ള ശ്രമം പല ഇടങ്ങളിലും നടക്കുന്നു. അവരുടെ ഒരു രഹസ്യ ബാന്ധവം നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ മുൻപും വന്നതാണ്. ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള ഇടത് വലത് മുന്നണികളുടെ വോട്ടുമറിക്കൽ കച്ചവടം നടക്കുന്നതിന് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളും പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ അവിശുദ്ധ ബന്ധത്തെ മറച്ചുവെക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പലതും വിളിച്ചു പറയുകയാണ് എന്നുള്ളൊരു വിമർശനമാണ് BJP-യുടെ നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം എന്നുള്ളതാണ് MT രമേശ് അടക്കം ചോദിക്കുന്നത്. കൂടാതെ ആരാണ് ഇതിന്റെ നേതാവ് എന്ന് കൂടി വ്യക്തമാക്കണം എന്നൊരു ചോദ്യം കൂടി അവർക്ക് മുൻപിലേക്ക് അദ്ദേഹം വെക്കുകയും ചെയ്യുന്നുണ്ട്. പിണറായി വിജയനാണോ വി ഡി സതീശനാണോ നേതാവെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം എന്നതും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതായത് UPA മുന്നണിയിൽ ഒന്നിച്ച് ഭരിച്ചവരാണ് CPM-ഉം കോൺഗ്രസും. സർക്കാരിനെതിരെ കോൺഗ്രസ് കാര്യമായി സമരം ചെയ്തിട്ടുമില്ല. വട്ടിയൂർക്കാവിലടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് കുത്തനെ ഇടിഞ്ഞു. ഈ വോട്ടുകളൊക്കെ ഇടത് നേതാവിന് വേണ്ടി മറിച്ചു എന്നുള്ള ആരോപണം കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതായത് പല A ക്ലാസ് മണ്ഡലങ്ങളിലും BJP വിജയിക്കുമെന്ന് ഉറപ്പു വന്നിട്ടുള്ള പല A ക്ലാസ് മണ്ഡലങ്ങളിലും BJP-യുടെ വിജയത്തെ തകർക്കാൻ, BJP-യുടെ മുന്നേറ്റത്തെ തകർക്കാൻ ഇടത് വലത് മുന്നണികൾക്കൊപ്പം മുസ്ലിം ലീഗും കൈകോർക്കുന്നു എന്നുള്ളൊരു രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മുൻപ് നേമത്തടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിയെ വിജയിപ്പിക്കാനായി ഇടത് വലത് മുന്നണികൾ ക്രോസ് വോട്ടിംഗ് ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹം വിമർശിച്ചത്. അതിനു മുൻപും അതിനുശേഷവും പല മണ്ഡലങ്ങളിലും പ്രകടമായിരുന്ന ഒരു സത്യമാണ് എന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. അത് മാത്രമല്ല, കോൺഗ്രസ് വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക് പോയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് MT രമേശ് ഇന്ന് ഇക്കാര്യം തുറന്നടിക്കുന്നത്. അത് മാത്രമല്ല, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJP-യെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് CPM-ന് വോട്ട് മറിച്ചു നൽകി. 10-ലധികം വാർഡുകളിൽ കോൺഗ്രസ് 100-ൽ താഴെ വോട്ട് മാത്രമാണ് നേടിയത്. ബാക്കിയുള്ള വോട്ടുകളെല്ലാം പോയത് CPM-ന്റെ അക്കൗണ്ടിലേക്കാണ്. ഇത്തരത്തിൽ മുസ്ലിം ലീഗും CPM-നും കോൺഗ്രസിനുമായി സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രൂക്ഷ വിമർശനം. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. മുന്നണികളെല്ലാം തന്നെ ശക്തമായ പ്രകടനവും പ്രചാരണവും നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം, ഒപ്പം തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും BJP-യുടെ മുന്നേറ്റം തടയാൻ സംസ്ഥാനത്ത് NDA മുന്നണി അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഇടപെടലുകൾ കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് CPM-ഉം മുസ്ലിം ലീഗും അടക്കം നടത്തുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. BJP നേതാക്കന്മാർ അതിന്റെ തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. രോഹിണി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.